അപ്പോൾ നോക്കുമ്പോൾ പോലും നമ്മൾക്കൊരു 17,000-18,000 രൂപ വരെ നമ്മൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾക്കറിയാം ആമസോണും ഫ്ലിപ്കാർട്ടും എപ്പോഴും നല്ലപോലെ കട്ടയ്ക്ക് പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾക്കറിയാം അവരുടെ രണ്ട് ഒന്ന് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിലും അതുപോലെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെയിലും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 11 ഒരു വൻ വിലക്കുറവെന്ന് പറയാം. ഏകദേശം ഇത്ര രൂപ വിലക്കുറവിൽ എടുക്കുക ഐഫോൺ ഒരുപക്ഷെ എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ആ സെയിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വൻ വിലക്കുറവിൽ വരുന്നത്. അപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലിൻ്റെ കൂടുതൽ നല്ലപോലെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറയുകയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞവർക്ക് നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആമസോണിൻ്റെ വെബ്സൈറ്റിലോ ഒരുപക്ഷെ ആപ്ലിക്കേഷനിലോ കയറി കഴിഞ്ഞാൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട്സ് 17, നമ്മൾ ഒക്ടോബർ 17 അപ്പോൾ അവർക്ക് താഴെ നോ ഹാപ്പിനെസ് ഹാസ് നോ ബൗണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെയിൽ സ്റ്റാർട്ട്സ് 24 hours ഏർലി. ആമസോണിൻ്റെ പ്രൈം മെമ്പർ ആയ ഒരു വ്യക്തിക്ക് 16 തീയതി ഒക്ടോബർ 16 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് ഏറ്റവും അവസാനം എൻഡിൽ കാണിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആ ഭാഗ്യശാലി. TV അതുപോലെ മൊബൈൽ ഫോൺസ് അതുപോലെ സാംസങ്ങിൻ്റെ S20 അൾട്ര അടക്കം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാംസങ്ങിൻ്റെ S20 അൾട്ര അതടക്കം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കാണിച്ച ഹോം അപ്ലയൻസസിനുണ്ട്. പിന്നെ അവർ വന്ന് TV കാണിച്ചിട്ടുണ്ട്. മൊബൈലിൻ്റെയാണ് മെയിൻ സെയിലിൽ കൂടുതൽ ഓഫേഴ്സ് വന്ന് കിടക്കുന്നത്. പിന്നെ വേറൊരു ഇതിൽ പറയാൻ എനിക്കൊരു കാര്യം ചോദിച്ചാൽ, ഇതിൽ നമ്മൾ EMI ഓപ്ഷൻ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ EMI ഓപ്ഷൻ എടുക്കാം. അപ്പോൾ EMI ഓപ്ഷനും അവർ ഓഫറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നോ കോസ്റ്റ്, സീറോ കോസ്റ്റ് EMI കൊടുത്തിട്ടുണ്ട്. അതുപോലെ TV അപ്ലയൻസസിനാണ് കൂടുതൽ ഓഫേഴ്സ്. അപ്പോൾ നമ്മൾ മെയിൻലി പറഞ്ഞു വരുന്നത് നമ്മുടെ കാര്യം വന്നാൽ നമ്മൾ മൊബൈലിലേക്കാണ് പോകുന്നത്. മൊബൈലിലേക്കാണ് പോകുമ്പോൾ നമ്മൾ മൊബൈലിലേക്ക് വരുന്നത്. മൊബൈലിൻ്റെ ഓഫേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഐഫോണിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം അവരെന്താണെന്ന് വെച്ചാൽ മെയിൻലി ക്ലിയർലി കാണിച്ചിട്ടുണ്ട് മൊബൈലിൻ്റെ കാര്യങ്ങളിൽ. OnePlus 80 5G ലോഞ്ച് ഇവൻറ്റ് വന്നിട്ട് നമ്മുടെ 14 തീയതി ഒക്ടോബറിനാണ് OnePlus 80യുടെ ലോഞ്ച് ഇവൻ്റായിട്ട് വരുന്നത്. പിന്നെ റെഡ്മി നോട്ട് സീരീസിൻ്റെ അങ്ങനെ ഉണ്ട്. പിന്നെ സാംസങ് ഗാലക്സി M51 ഒരു കറക്റ്റ് ഒരു 28,999 രൂപയാണെങ്കിൽ പ്രൈസ് ആ സെയിലിന് വന്നിട്ട് എന്തായാലും ഒരു 1000 രൂപയെങ്കിലും നമ്മൾക്ക് കമ്മിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കാണണം. ഐഫോണിൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ വന്നിട്ട് ഒറിജിനൽ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ 68,000 രൂപയാണ്. പക്ഷേ അവർ വന്നിട്ട് ക്ലിയർലി കാണിച്ചു തരുന്നത് വന്നിട്ട് ഒരു 4 ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ഡാഷ് ഇട്ടിട്ട് എന്നിട്ട് 999 ആയിട്ടിരിക്കും. ഒരു പക്ഷേ ഇതിൽ ഏകദേശം മാക്സിമം എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് 49,999. അപ്പോൾ നോക്കുമ്പോൾ പോലും നമ്മൾക്കൊരു 17,000-18,000 രൂപ വരെ നമ്മൾക്ക് നല്ലപോലെ കിഴിവ് കിട്ടുമെന്ന് പറയാം. കാരണം അത്രയും നമ്മൾക്ക് 18,000 രൂപ വരെ നമ്മൾക്ക് ലാഭിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 18,000 രൂപയ്ക്ക് നമ്മൾക്ക് വൻ ഓഫറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് നിങ്ങൾ മാക്സിമം വെയിറ്റ് ചെയ്യുക. ഐഫോൺ 11 പിന്നെ OnePlus നോഡിൻ്റെ 5G ഉണ്ട്. OnePlus നോഡിൻ്റെ അതറിയാം. റെഡ്മി നോട്ട് 9 Pro അതുപോലെ തന്നെ OnePlus 8ൻ്റെ 5G ഉണ്ട്. അതുപോലെ OnePlusൻ്റെ റെഡ്മി നോട്ട് 9ൻ്റെ അതുപോലെ ഒരു പ്രൈസ് റേഞ്ച് ഏകദേശം കുറവാക്കുന്നുണ്ട് പറയാം. പിന്നെ സാംസങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാംസങ് ഗാലക്സി M31ൻ്റെ പ്രൈസ് റേഞ്ചിനും സംബന്ധിച്ചിടത്തോളം അവർ ക്ലിയർലി ഒരു സൂചനകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത് നിങ്ങളോട്. ഐഫോൺ 11 എടുക്കുന്നവരുടെ ഒരു കാര്യത്തിലാണ് നല്ലപോലെ ഒരു ഓഫർ. 18,000 രൂപയടക്കം നിങ്ങൾക്ക് ഐഫോണിന് 18,000 രൂപയടക്കം നിങ്ങൾക്കൊരു ഐഫോണിന് കുറഞ്ഞ് കിട്ടി പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വെയിറ്റ് ചെയ്യുക. ഇതാണപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. പിന്നെ നമ്മൾ ഇത് എല്ലാത്തിനും മിക്കവാറും നല്ലപോലെ ഓഫേഴ്സ്, ക്യാമറ അതുപോലെ ലാപ്ടോപ്പ് അതുപോലെ ഹോം അപ്ലയൻസസ് അതുപോലെ കുറേ കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് ഗെയിമിലോട്ട് വരാം. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അവരൊരു ഗെയിം സെഗ്മെൻറ്റായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും ആമസോണിൽ ഗെയിമിൻ്റെ കളികളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടും ഗെയിമുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ഏകദേശം 2-3 ഗെയിം കളിച്ചു. ഇത് ഫെസ്റ്റീവ് റൈഡ് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. സോണി ആൽഫയുടെ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ കളിച്ചു. ജാക്ക് പോട്ട് അതുപോലെ കാണിച്ചിട്ടുണ്ട്. ജാക്ക് പോട്ടിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കളിച്ചു കഴിഞ്ഞാണ് 50,000 രൂപയുടെ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെയും നമ്മളൊക്കെ എങ്ങനെ ഒരു ഏകദേശം ഒരു കോടി ആൾക്കാർ കളിച്ചെങ്കിൽ അതിൽ ഒരാളിനെ സെലക്ട് ചെയ്ത് ഒരു 50,000 രൂപീസ് കിട്ടും. അതുപോലെ ലാപ്ടോപ്പ് കിട്ടും നമ്മൾക്ക്. അതുപോലെ അതും ഞാൻ കളിച്ചിട്ട് രണ്ടാമത്തെ ഒരു ഇതിൽ ഒരു 5 ക്വിസാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ ഞാൻ രണ്ടാമത്തതിൽ ഫാൾസായി. അതുപോലെ തന്നെ ജാക്ക് പോട്ട് വേണ്ടി ഈ സംഭവം കാണിക്കും. അപ്പോൾ അതിൽ ഞാൻ ഒരു വാച്ചിൻ്റെ ഇതിലും കൺഗ്രാജുലേഷൻസ് കിട്ടിയിരുന്നു. കണ്ടില്ല, ഞാൻ ആൻസർ 1,00,000 രൂപ ഒരു പക്ഷേ എനിക്ക് കിട്ടണമെങ്കിൽ ഒരു ക്വിസ് ചോദിക്കും. അപ്പോൾ സ്റ്റാർട്ടെന്ന് കൊടുത്ത് പറഞ്ഞാൽ ആമസോൺ പേക്ക് 1,00,000 രൂപ കിട്ടും. ഇത് ഒരു പക്ഷേ നിങ്ങൾ കറക്റ്റ് ചെയ്തു തന്നെ. ഞാൻ അപ്പോൾ ഇത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്പിന്നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു സ്പിൻ ഏകദേശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കൺഗ്രാജുലേഷൻ. സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര, ഞാൻ നോട്ട് 10 എന്ന് പറഞ്ഞാൽ നോട്ട് 20 അൾട്രയാണ് നിങ്ങൾക്ക് 0 rupees
നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര 5G ആണ് നിങ്ങൾക്ക് 0 കോസ്റ്റിന് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ആ ക്യൂസിൽ ജയിച്ചിട്ടപ്പോൾ എനിക്ക് ഏകദേശം അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാം October 15 നമ്മൾക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്യൂസ് നിങ്ങൾ അടുത്തൊരു സ്പിന്നിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. പക്ഷേ ഇതിൽ പ്ലേ മോർ അതിൽ ഞാൻ കളിച്ചു തരണം. അപ്പോൾ ഇത്രയും കുറേ ഗെയിമുകളാണ് നിങ്ങൾക്ക് വന്ന് കിടക്കുന്നത്, ഇനിയും കളിക്കാൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയാണ് ആമസോൺ ഗേറ്റിൻ്റെ ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം വെയിറ്റ് ചെയ്യുക. ഐഫോൺ എടുക്കുന്നവർ മിക്കവാറും ഐഫോൺ 11 എടുക്കുന്നവർ നല്ലപോലെ വെയിറ്റ് ചെയ്യുക. October 17 ഐഫോൺ 11 പ്രൈസ് റേഞ്ച് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഹേ ഗൈസ്, അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് പറയുക, നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ബിഗ് ബില്യൺ ഡേയ്സിൻ്റെയും സെയിൽസിലും ഇതുപോലെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബില്ലോ. ഞങ്ങൾ എന്തുകൊണ്ട് ആമസോണിൽ മാത്രം ചെയ്തുകൊണ്ട് ആ ഐഫോൺ 11 പ്രൈസ് നിങ്ങളെ ഒന്ന് കണ്ടില്ലേ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ചാനൽ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ആൾസോ കമൻറ്റ് ബില്ലോ.